യേശുവിനെ സ്നേഹിച്ച ലാസറിന്റെ കുടുംബം. ആ കുടുംബത്തിന്റെ അവസ്ഥ നമുക്കറിയാം. ഒരു രോഗം വന്നു, ആ രോഗത്തിനെ തുടർന്നൊരു മരണം ഉണ്ടായി. ഇതെല്ലാം യേശുവിനെ അറിയിച്ചിട്ടും യേശു ആ വീട്ടിലേക്ക് വരാതിരുന്നതും, നാറ്റം വെച്ച് 4 നാളായി വന്നതും നമുക്കറിയുന്ന കാര്യമാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട് അവിടെ. യേശു ആ വീട്ടിലേക്ക് വന്നിട്ട് സമാധാനമായിട്ടിരിക്കുക, വിഷമിക്കണ്ട എന്നൊന്നുമല്ല പറഞ്ഞ്. യേശു പറഞ്ഞൊരു പദം എങ്ങനെയാ? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തി. എന്താ വിശ്വസിക്കണ്ടേ? മരിച്ചത് ജീവിക്കുമെന്നോ? നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് പറയുമ്പോൾ ഭയങ്കര ആവേശമാണ്, ഭയങ്കര സന്തോഷമാണ്. പക്ഷെ വിശ്വസിക്കാൻ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചേ. മരിച്ചത് ജീവിക്കുമെന്ന് വിശ്വസിക്കണം. മാനുഷികമായിട്ട് നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലും ഉറപ്പില്ലാത്ത കാര്യം നടക്കുമെന്ന് നമ്മൾ വിശ്വസിക്കാൻ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? നമ്മുടെ കയ്യിൽ ഉറപ്പുള്ളപ്പോൾ, നടക്കുമെന്ന് പൂർണ്ണ ബോധ്യമുള്ളപ്പോൾ നമ്മൾ വിശ്വസിക്കും, അത് നടക്കുമെന്ന് നമ്മൾ പറയും. എന്നാൽ നടക്കത്തില്ലെന്ന് ഉറപ്പുള്ള കാര്യം ഇത് നടക്കുമെന്ന് നമ്മൾ പറയുമോ? യേശു പറയാ, അങ്ങനെ പറയാൻ തയ്യാറാണെങ്കിൽ, അങ്ങനെ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും ദൈവത്താൽ സംഭവിക്കും. അതേ പ്രിയ ദൈവവേദലെ, ഇന്ന് ആ വേദന അനുഭവിക്കുന്ന, സ്ട്രഗിൾ അനുഭവിക്കുന്ന വിഷയമുണ്ടല്ലോ, ഒരിക്കലും നടക്കത്തില്ലെന്ന് ചിന്തിച്ച ആ വിഷയം ഒന്ന് വിശ്വസിക്കുക. യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന്. അതൊന്ന് ഏറ്റുപറ. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ലാസറിൻ്റെ വീട്ടിൽ ചെയ്തതുപോലെ തന്നെ ഒരിക്കലും സാധ്യതയില്ലാത്ത ആ അവസ്ഥയിന്മേൽ ഒരു ജീവൻ വെളിപ്പെടാൻ പോവുക. ധൈര്യമായിട്ടിരിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതെ, മരിച്ചതും ജീവിക്കുമെന്ന് വിശ്വസിക്കുക. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.